ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾക്കിന്ന് നല്ല നാടൻ വെള്ളരിക്കയും മാങ്ങയും കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾക്കതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനൊക്കെ നോക്കാം. എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ വെള്ളരിക്ക, 2 ചെറിയ മാങ്ങ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 വലിയ അല്ലി ചുവന്നുള്ളി, 3 പച്ചമുളക്, തേങ്ങ. ഇത്രയാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഈ വെള്ളരിക്കയും മാങ്ങയും കൂടി കുക്കറിൽ ഒരു വിസിലടിച്ച് വരെ വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെള്ളരിക്കയും മാങ്ങയും വെന്ത് കഴിയുമ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വേവിച്ച വെള്ളരിക്കയും മാങ്ങയും കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കണ്ടില്ല, നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് ആ അരപ്പ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് നന്നായിട്ട് ആവി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് താളിക്കാനുള്ളത് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. നമുക്ക് എരിവ് വളരെ കുറവ് വേണ്ടവർ 2 പച്ചമുളക് എടുത്താൽ മതി. ഇതിപ്പോൾ 3 പച്ചമുളകാണെങ്കിലും ഒരുപാട് എരിവൊന്നുമില്ല, ഒരു മീഡിയം എരിവേ ഉണ്ടാകത്തുള്ളൂ. തീരെ കുറവ് വേണ്ടവർ 2 പച്ചമുളക് എടുത്താൽ മതി. നന്നായിട്ട് ആവി കയറി വരുന്നുണ്ട്. നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തു. പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം നമ്മൾക്ക് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് താളിക്കാം. കടുക് പൊട്ടി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളുടെ ഉള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾക്കിത് മാറ്റി നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്തു നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.